സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, എല്ലാ കാലത്തും ഭൗതികവാദികളും ആധ്യാത്മികവാദികളും തമ്മിൽ ഈ അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭൗതികവാദികളെ സംബന്ധിച്ച് അവർ നേരിട്ട് കാണുകയും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് 5 സെൻസസ് കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന, തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ടാഞ്ചിബിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നു ഭൗതികവാദികൾ. അവർക്കതിന് യുക്തിയുടെ സഹായം ആവശ്യമുണ്ട്. പക്ഷേ ആധ്യാത്മികവാദികൾ കാണാത്തതിനെ കുറിച്ച്, അതീന്ദ്രിയമായ അറിവിനെക്കുറിച്ച്, അനുഭൂതികളെക്കുറിച്ച്, ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർക്ക് വിശ്വാസമുള്ളതും ആ അനുഭൂതി മറ്റാർക്കും. ഇപ്പോൾ ബുദ്ധനെക്കുറിച്ച് തന്നെ പറയുന്നത് ബുദ്ധൻ എങ്ങനെ കിട്ടി എന്ന് സ്വന്തം ശിഷ്യനായ ആനന്ദിന് പോലും വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആത്മീയ അനുഭൂതിയുടെ കാര്യത്തിൽ ആളുകൾ പൊതുവെ പറയുന്നത്. ഇവിടെ മകൻ പറയുന്നു, സന്യാസിയായ അച്ഛൻ സമാധിയാകാൻ സമയമായപ്പോൾ അവിടെ പോയിരുന്ന് പത്മാസനത്തിലിരുന്ന് എന്നെ അനുഗ്രഹിച്ചു. മകൻ പറഞ്ഞതാണേ, പ്രാണശക്തി ഉണർത്തുകയും പ്രാണായാമം ചെയ്ത് ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ആരെയും കാണിക്കാൻ പാടില്ല. ഞാൻ ചെയ്തത് പൂർണ്ണമായും ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റല്ല. അച്ഛൻ സ്വന്തം ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുന്നത്. ജീവൻ സമാധി എന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി പല മുനിവര്യന്മാരും യോഗസിദ്ധി ലഭിച്ചവരും ഒക്കെ അനുഭവിക്കുകയും അതിലൂടെ ഈ ഭൂമി വിട്ടുപോവുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽ പെടുത്താവുന്ന എന്തെങ്കിലും ഒന്ന് സ്വാമി ജ്ഞാനതപസ്വി താങ്കൾ ഇതിനകത്ത് കാണുന്നുണ്ടോ? എനിക്കിതിനകത്തൊരു ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഫാമിലിയിലോ അല്ലെങ്കിൽ മക്കളും ഭാര്യയൊക്കെ പറയുന്ന ഇതിൻ്റെ ഒരു ആത്മീയമായ വശം, അത് നിലവിൽ വലിയ വലിയ സന്യാസിമാരായിട്ടുള്ള ആളുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചു, ശ്രീനാരായണ ഗുരു സമാധിയായി, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ഒരു സമാധിയിലേക്ക് പോയി, ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിലെന്ന് പറഞ്ഞത് ശരിയാണ്. ഇവരിപ്പോൾ ഇതിൻ്റെ ആത്മീയ ഭാഷ്യം ഞാൻ പലപ്പോഴും കേട്ട സമയത്ത് അങ്ങനെയുള്ള വാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഈ സമാധി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമ പ്ലസ് ധീ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. സമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എന്താ പറയുക, അതിൻ്റെ സമനിലയെന്നും, ഈ പറയുന്ന പോലെ ബാക്കി ഈ ധീ എന്ന് പറയുന്നത് ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ പ്രതീകവൽക്കരിക്കുന്നത്. അപ്പോൾ ബൗദ്ധികമായിട്ട് സമനിലയിൽ എത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് സമാധി. സമാധി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിയോഗം അല്ലെങ്കിൽ മരണമെന്ന് പറയുന്നത് മാത്രം നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആത്മീയ വഴിയിൽ പോകുന്ന സന്യാസിമാരായിട്ടുള്ള ആളുകൾ, നമ്മളിപ്പോൾ ഹിമാലയത്തിലും അതുപോലെ പല സ്ഥലങ്ങളിലുമുള്ള 500 വർഷം വരെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ ജീവൽ സമാധി പ്രാപിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കിപ്പോൾ സഞ്ചാര സമാധി എന്ന് കേട്ടിട്ടുണ്ട്, സവികൽപ്പ സമാധി എന്ന് കേട്ടിട്ടുണ്ട്, നിർവികൽപ്പ സമാധി എന്നൊക്കെ പലപ്പോഴും നമ്മൾ സമാധികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആരെയും അറിയിക്കാത്ത സമാധി എന്ന് പറയുന്നത് കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ആനന്ദനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യനായിട്ടുള്ള ആ സമയത്തെ കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിന് അത് വിശദീകരിക്കുവാൻ സാധിക്കാതെ വരുന്നത്. അത് 2500 വർഷത്തിന് മുമ്പ് നടന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ 3000 വർഷത്തിന് മുമ്പ് യേശുക്രിസ്തു എന്താ പറയുക, അദ്ദേഹത്തിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടായി എന്നൊക്കെ പറയുന്നത് അത് 2000 വർഷത്തിന് മുമ്പുള്ള സമയത്ത് നടന്നൊരു കാര്യമാണ്. 500 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന പോലെ ഗുരുനാനക്കോ അല്ലെങ്കിൽ 100 വർഷത്തിന് മുമ്പ് ശ്രീനാരായണ ഗുരുവോ, ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹമോ ശാസ്ത്രമോ ഒന്നും ആ തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്താ പറയുക വിശകലനങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ പോകുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന അതിൻ്റെ ഒരു റിപ്ലിക്ക പോലെ ഈ സമയത്ത് ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്താണ്, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ 5 വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഈ ഫാമിലി തുടങ്ങിയെന്ന് പറയുന്നു. മയിലാടിയിൽ പോയിട്ട് പത്മദള കല്ല് കൊണ്ടുവന്നു. ഇതൊക്കെ എന്താ പറയുക, ഇവരിത് പറയുന്നതിനകത്ത് അവിശ്വസനീയമായിട്ടുള്ള ഒന്നുമില്ല. പത്മദള കല്ല് കൊണ്ടുവന്നു, അച്ഛൻ അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇരുന്നിട്ട് പിന്നെ ഈ ഒരു ദിവസം വരുമ്പോൾ, അത് ഞങ്ങൾ ശിവൻ്റെ ഫോളോവേഴ്സാണ്, അപ്പോൾ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. ഇതൊക്കെ ശരിയാണ്. ഇതിനകത്തൊന്നും നമുക്കൊരു ആത്മീയ വഴിയിൽ അതിനൊരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനം കൊടുക്കുന്നതിന് സാധ്യമല്ല. പക്ഷേ ഇവിടെ അത് സ്ഥിതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരാൾ അങ്ങനെ പറയുമ്പോൾ
എന്താ പറയുക, ഒരാൾ അവർ പറഞ്ഞു മരണം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഞാനും അതിനെ, ആ കുടുംബത്തെ ഞാൻ മാനിക്കുന്നു, ഞാൻ മരണമെന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, വിയോഗം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നു. സമാധി എന്ന് പറയുന്നൊരു വാക്ക് എനിക്ക് ഈ കാര്യത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം എന്താ പറയുക, ശയ്യാവലംബിയാണെന്ന് പറയുന്നു, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ആളാണെന്ന് പറയുന്നു, BP-യുടെയും മറ്റ് അസുഖത്തിൻ്റെയും ഗുളിക കഴിച്ചെന്ന് പറയുന്നു. അങ്ങനെ ഒരാളിനെ എങ്ങനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി? അതൊരു ചോദ്യമാണ്. അദ്ദേഹം അവിടെ എന്താ പറയുക, അവിടെ പോയി ഇരുന്ന സമയത്താണോ സംഭവിച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടായതിന് ശേഷമാണോ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയത്? എന്തായാലും അവരവിടെ പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു 5 വർഷമായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ, ജസ്റ്റ് ഇപ്പം മരണ സർട്ടിഫിക്കറ്റ് ഇല്ല, ആരെയും അറിയിച്ചില്ല എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിൽ തന്നെയും ഇവരെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വില്ലെങ്കിലും, ഒരു എന്താ പറയുക, ഒരു അഭീഷ്ടം, ഒരാൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് നമ്മളതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താനായിട്ട് നോക്കുമ്പോൾ ആദ്യം ചെയ്യുന്നു. ഈ ഇടയ്ക്ക് തന്നെ എത്രയോ ആളുകൾ മരിക്കുകയുണ്ടായി. ഇപ്പോൾ വളരെ പ്രശസ്തന്മാരായിട്ടുള്ള ആളുകൾ മരിച്ചു. ആ സമയത്ത് അവരെന്താ പറയുക, പൊതുദർശനം പാടില്ല. അപ്പം മൻമോഹൻ സിംഗ് മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ചില നിഷ്കർഷതകളുണ്ടായിരുന്നു. MT വാസുദേവൻ നായർ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. സാധാരണ ഈ അനുസ്മരണങ്ങളും അതുപോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അച്ഛൻ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മരിക്കുന്ന വ്യക്തിക്കെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ അവസാന നിമിഷത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവരിപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളായിട്ടാണ്, എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ മക്കൾ, അദ്ദേഹത്തിൻ്റെ വില്ല് എഴുതി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭീഷ്ടം എഴുതി വെക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ളൊരു സെൻസേഷനായിട്ട് ഈ ഇഷ്യൂ മാറുന്ന സമയത്ത് അവരുടെ അച്ഛൻ്റെ ആഗ്രഹം ഇതാണ്, ഇന്നതുപോലെയാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. വാർഡ് മെമ്പറെ പോലും അറിയിക്കാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാരെ പോലും ഒരാളുടെ മരണം കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തെ സമാധി ഇരുത്തിയതിന് ശേഷം ഒരു നോട്ടീസ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പടം വെച്ച് എല്ലാ ഭിത്തികളിലും മതിലുകളിലും കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു വെക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ അതിനകത്ത് ഒരു ദുരൂഹത കണ്ടെന്നതിൽ അതൊരു അതിശയോക്തിയായിട്ടോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല. ശരി, സ്വാമി ഗുരുരത്നം ജ്ഞാനസ്വാമി, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ഈ കാര്യങ്ങൾ